കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പ്രധാന വാർത്തകൾ. പരിശുദ്ധ കന്യക മറിയത്തിൽ പ്രതിഫലിക്കുന്നത് സഭയുടെ രഹസ്യാത്മകത. മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റ സ്ഥലത്തെത്തി ലിയോ പാപ്പ പ്രാർത്ഥിച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി അടുത്ത 150 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഹ്വാനം. ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ മദ്യനയം UDF സർക്കാർ തിരുത്തണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. CMI സന്യാസ സമൂഹ സ്ഥാപനത്തിന്റെ 195-ാം വാർഷികം ആചരിച്ചു. വാർത്തകൾ വിശദമായി. പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നത് സഭയുടെ രഹസ്യാത്മകത. മാർപ്പാപ്പ പരിശുദ്ധ കന്യക മറിയത്തിൽ പ്രതിഫലിക്കുന്നത് സഭയുടെ രഹസ്യാത്മകതയാണെന്ന് ലിയോ 14 പാപ്പ. ദേവജനം പരിശുദ്ധ അമ്മയിൽ തങ്ങളുടെ ഉദ്ഭവവും മാതൃകയും ദേശവും പ്രതിനിധീകരിക്കപ്പെട്ടു കാണുന്നു. സഭയിലുള്ള എന്റെ അംഗത്വം ഞാൻ എളിമയുള്ളതും സജീവവുമായ വിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ടോ? തന്റെ അനന്തമായ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാനായി ദൈവം എനിക്ക് നൽകിയ ഉടമ്പടിയുടെ സമൂഹത്തെ അതിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവം തന്ന ഇടയന്മാരോടുള്ള അനുസരണത്തിലൂടെ സഭയുടെ ജീവിക്കുന്ന ഭാഗമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നുണ്ടോ? സഭയുടെ ഉത്തമ മാതൃകയും അംഗവും മാതാവും എന്ന നിലയിൽ മറിയത്തെ കണ്ട് അവളുടെ പുത്രന്റെ വിശ്വസ്ത ശിഷ്യനായിരിക്കുന്നതിൽ സഹായിക്കാനായി അവളോട് അപേക്ഷിക്കാറുണ്ടോ എന്നീ ചോദ്യങ്ങളും പാപ്പ ചോദിച്ചു. ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹബന്ധത്തിലും രക്ഷാകര രഹസ്യത്തിലും പരിശുദ്ധ അമ്മയുടെ സ്ഥാനവും മാതൃകയും എടുത്തു കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു പാപ്പയുടെ സന്ദേശം. ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ച വേളയിലായിരുന്നു പാപ്പ ഈ സന്ദേശം നൽകിയത്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റ സ്ഥലത്തെത്തി ലിയോ പാപ്പ പ്രാർത്ഥിച്ചു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റ സ്ഥലത്തെത്തി ലിയോ പാപ്പ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനമായ മെയ് 13-ാം തീയതിയാണ് ലിയോ പാപ്പ പ്രസ്തുത സ്ഥലത്തെത്തി പ്രാർത്ഥിച്ചത്. 1981 മെയ് 13-ാം തീയതി പൊതു കൂടിക്കാഴ്ചയ്ക്ക് വരുമ്പോഴായിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെ വധശ്രമം നടന്നത്. ഞാൻ പൂർണ്ണമായും നിനക്കുള്ളവൻ എന്ന വാക്യം രേഖപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ ചിത്രം അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ചുമരിൽ സ്ഥാപിക്കാനും പരിശുദ്ധ മറിയത്തിന് തന്നെ സമർപ്പിക്കാനും ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ പ്രേരിപ്പിച്ചത് വധശ്രമത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച പരിശുദ്ധ അമ്മയാണെന്ന വിശ്വാസമായിരുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി അടുത്ത 153 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഹ്വാനം. ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനമായ മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള 153 ദിവസങ്ങളിൽ ജപമാല പൂർണ്ണമായും ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് വൈദികന്റെ ആഹ്വാനം. മരിയൻസ് ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ സഭാംഗമായ ഫിലിപ്പിനോ അമേരിക്കൻ വൈദികർ ഫാദർ ജെയിംസ് സെർവാൻഡസിന്റേതാണ് ഈ ആഹ്വാനം. നമ്മുടെ ഈ സമയത്തിനു വേണ്ടിയുള്ള സ്വർഗത്തിന്റെ അടിയന്തരിതമായ അഭ്യർത്ഥനയാണ് ഇത്. കാരണം നാം ഇപ്പോൾ ജീവിക്കുന്നത് വളരെയധികം ധാർമ്മിക ആശങ്കകളുള്ള ഒരു കാലത്താണ്. വളരെയധികം പേർ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു. അനേകം ആത്മാക്കളെ ദൈവത്തിന് നഷ്ടമാകുന്നു. ഇവയ്ക്കെല്ലാം പരിശുദ്ധ അമ്മ പരിഹാരം നൽകിയിട്ടുണ്ട്. ആ പരിഹാരമാണ് ജപമാല പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും, വൈദികൻ ഓർമ്മിപ്പിച്ചു. ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ മദ്യനയം UDF സർക്കാർ തിരുത്തണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ മദ്യനയം UDF സർക്കാർ പൂർണ്ണമായും തിരുത്തി എഴുതണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പാത പുതിയ സർക്കാർ പിന്തുടരണമെന്നും 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിൽ വരുത്തണമെന്നും മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ അനധികൃതമായിട്ടുള്ള എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടാനുള്ള തീരുമാനം നടപ്പിലാക്കിയതിനെ അനുകരിക്കാവുന്ന മാതൃകയായി KCBC ഉയർത്തിക്കാട്ടി. CMI സന്യാസ സമൂഹ സ്ഥാപനത്തിന്റെ 195-ാം വാർഷികം ആചരിച്ചു. CMI സന്യാസ സമൂഹ സ്ഥാപനത്തിന്റെ 195-ാം വാർഷികം മാന്നാനം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിൽ ആചരിച്ചു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. CMI സഭയുടെ പ്രിയോർ ഫാദർ ഡോക്ടർ പോൾ ആശാണ്ടി, വികാർ ജനറൽ കൗൺസിലർമാർ, വിവിധ പ്രൊവിൻസുകളിലെ പ്രൊവിൻഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ദ്വിശതാബ്ദിക്ക് മുന്നൊരുക്കമായി നടത്തിവരുന്ന ദശവത്സര ആഘോഷത്തോടനുബന്ധിച്ചുള്ള മാധ്യമ വാർഷികാചരണത്തിന്റെ ഉദ്ഘാടനവും മാർ തോമസ് തറയിൽ നിർവഹിച്ചു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി അടുത്ത ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.